ക്ഷമയുടെ കാലഘട്ടമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറയുകയാണ്, ഒരു കാലഘട്ടം വരാനുണ്ട്, ഇന്നമിൻ വറാഇക്കും അയ്യാമു സ്വബർ. അത്രയധികം ക്ഷമയുടെ ദിവസങ്ങളാണത്. ഒരു പക്ഷേ നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം റസൂലുള്ള അയ്യാമു സ്വബർ എന്ന് വിശേഷിപ്പിച്ച ആ കാലമായിരിക്കാം. അത്രയും പരീക്ഷണങ്ങളും പേർക്കൂട്ടുകളുമാണ് വ്യക്തിപരമായും മതപരമായും ഭൗതികമായും ന്യൂ ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അസ്വബ്റു ഫീഹിന്ന കഖബ്ളിൻ അലൽ ജമർ. ഒരു തീക്കട്ട പിടിക്കുന്നത് പോലെ ആയിരിക്കും ദീനിനെ മുറുകെ പിടിക്കലെന്നാണ്. കാരണം ദീന് അതനുസരിച്ച് ജീവിക്കുക എന്നത് ഒരു തീക്കഷ്ണം കയ്യിൽ പിടിക്കുന്നത് പോലെയുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ലിൽആമിലു ഫീഹ അജ്റു 50. എന്നാൽ അന്ന് ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് 50 ആളുകളുടെ പ്രതിഫലം ഉണ്ടാവുമെന്നാണ്. ഒരാൾക്ക് 50 ആളുകളുടെ പ്രതിഫലം. സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവരുടെ കൂട്ടത്തിലുള്ള 50 ആളുകളുടേതാണോ അതല്ല നമ്മുടെ കൂട്ടത്തിലുള്ള 50 ആളുകളുടേതാണോ? റസൂലുള്ളാന്റെ മറുപടി 50 മിൻകും. 50 സ്വഹാബികളുടെ പ്രതിഫലം ഉണ്ടാവുമെന്നാണ്. അവസാന കാലത്ത് ദീനിനെ മുറുകെ പിടിക്കുന്ന ആ വ്യക്തിക്ക് 50 സ്വഹാബികളുടെ പ്രതിഫലം ഉണ്ടാവുമെന്നാണ്.